പ്രോജക്റ്റിൽ ഡെമോളിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു പ്രോജക്റ്റ് അതിൻ്റെ ഡിസൈനിങ്ങും ഡ്രോയിങ്സ് എല്ലാം ഫിനിഷ് ചെയ്തു. ഇനി അത് എങ്ങനെ സൈറ്റിൽ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിൽ ഇനീഷ്യലി വരുന്നതാണ് ഡെമോളിഷിങ്. ഒരു സൈറ്റിൽ ഒരു ഡിസൈനർ, ഒരു പ്രൊജക്ട് മാനേജർ വരുന്ന സമയത്ത് അവിടെ നമ്മുടെ ഡിസൈൻ അനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഡെമോളിഷൻസ് അവിടെ അത്യാവശ്യമായിട്ടുണ്ടാവും. ഒരു പ്രോജക്റ്റിൽ ഡെമോളിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട 4 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. അതിൽ രണ്ടാമത്തേത് അതിൻ്റെ സൈറ്റ് കവറിങ് ആണ്. നമ്മളൊരു സൈറ്റ് ഡെമോളിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഏരിയാസോ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ അവിടുത്തെ ഫ്ലോറിങ് നമ്മൾ ചിലപ്പോൾ റീയൂസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അത് ആ ഡെമോളിഷനിൽ യാതൊരു വിധ പ്രോബ്ലംസും ഇല്ലാത്ത രീതിയിൽ നമ്മൾ അതിനെ കവറപ്പ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡായിട്ട് നമ്മൾ പറയാനുള്ളത്. അതിൽ തേർഡ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ MEP ബ്ലോക്കിംഗ് ആണ്. അതായത് ഇലക്ട്രിക്കൽ വയറിങ് പോകുന്നുണ്ടാവും സൈറ്റിൽ, അല്ലെങ്കിൽ പ്ലംബിങ്ങിൻ്റെ ലൈൻസ് റൺ ചെയ്യുന്നുണ്ടാവും, അതേപോലെ AC ഡെക്റ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ഒരു ഡെമോളിഷൻ്റെ മുന്നായിട്ട് നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യണം. അത് ഡാമേജ് ആവാത്ത രീതിയിൽ അതിനൊരു പെർട്ടിക്കുലർ ഏരിയയിൽ നമ്മൾ ഡെമോളിഷൻ ചെയ്യുന്ന ഏരിയയിൽ വരെ വെച്ചിട്ട് അതിനെ ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമാണ്. ഇതിൽ ഫോർത്ത് വണ്ണാണ് വേസ്റ്റ് റിമൂവൽ. നമ്മൾ സൈറ്റിൽ ഡെമോളിഷ് ചെയ്തിട്ടുള്ള വേസ്റ്റുകൾ അത് പ്രോപ്പറായിട്ട് പിന്നെ ഡീകമ്പോസ് ചെയ്യുക, അതല്ലെങ്കിൽ അതിന് ഒരു ട്രക്സിലാക്കിയിട്ടോ ബാഗിലാക്കിയിട്ടോ നമ്മൾ സൈറ്റിൽ നിന്ന് ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ഹയർ ചെയ്യേണ്ടത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. നമ്മളൊരു സൈറ്റ് ഡെമോളിഷൻ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഡെമോളിഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏരിയാസോ അതിൻ്റെ വാൾസോ എല്ലാം ഡ്രോയിങ്സിൽ പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായിട്ട് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറെ നമ്മൾ ഹയർ ചെയ്യണം. അപ്പോൾ അയാൾക്കത് അതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രെങ്ത്ത് അത് ചെക്ക് ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് അത് കട്ട് ചെയ്യാൻ പറ്റുമോ, ഇന്ന വാൾ അവിടെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന ബീം അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റുമോ, അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ഈ സ്ട്രക്ചറൽ എഞ്ചിനീയർ നമ്മൾ ഹയർ ചെയ്തിട്ട് നമ്മളൊരു ഡെമോളിഷൻ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പാടുള്ളൂ.